IPL-ന്റെ 18ാം സീസണിൽ ആദ്യ റൗണ്ടിൽ തീപാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പോരാട്ടങ്ങളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരം എന്നതിൽ സംശയമില്ല. ഈ മാസം 23-ന് വൈകിട്ട് 3:30 മുതൽ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. കഴിഞ്ഞ തവണ റണ്ണറപ്പായ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസൺ നയിക്കുന്ന SRHനെ സഞ്ജു സാംസന്റെ റോയൽസ് പ്ലേ ഓഫിൽ വീഴുകയായിരുന്നു. രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റാണ് റോയൽസ് ടൂർണമെന്റിൽ നിന്നും പുറത്തായിരുന്നത്. അന്നത്തെ പരാജയത്തിന് ഓറഞ്ച് ആർമിയോട് പകരം ചോദിക്കാനുള്ള അവസരമായിരുന്നു യഥാർത്ഥത്തിൽ സഞ്ജുവിന്റെ പടയ്ക്ക് ഈ പ്രാവശ്യം ലഭിച്ചിരിക്കുന്നത്. പക്ഷെ വളരെ ശക്തമായ താരനിരയുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വീഴ്ത്തുക അവർക്കൊരു വെല്ലുവിളിയായിരിക്കും. ടൂർണമെന്റിലെ ഏറ്റവും അപകടകരമായ ഓപ്പണിംഗ് ജോഡികളിലൊന്നാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റേതെന്നതിൽ ഒരു സംശയവുമില്ല. എതിർ ടീം ബൗളിംഗ് നിരയെ തനിച്ച് ശരിയാക്കാൻ ശേഷിയുള്ള 2 പേരാണ് അവരുടെ മുൻനിരയിൽ നിലനിൽക്കുന്നത്. ഒരാൾ ഓസ്ട്രേലിയൻ സൂപ്പർ താരം ഡ്രാവിസ് ഹൈഡ് ആണെങ്കിൽ മറ്റൊരു താരം എന്നത് ഇന്ത്യൻ സെൻസേഷൻ അഭിഷേക് ശർമ്മയാണ്. ഈ കൂട്ടുകെട്ടിനെ പെട്ടെന്ന് പുറത്താക്കാനായില്ലെങ്കിൽ 200-ന് മുകളിൽ ടോട്ടൽ അനായാസം കുറിക്കാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിന് കഴിയുന്നതാണ്. കഴിഞ്ഞ സീസണിലെ ചില മത്സരങ്ങളിൽ അബി ഹെഡ് ജോഡിയുടെ സ്ഫോടനാത്മക തുടക്കങ്ങൾ കണ്ടു കഴിഞ്ഞതുമാണ്. പവർ പ്ലേയിൽ തന്നെ 2-ൽ ഒരാളെ പുറത്താക്കാനായെങ്കിൽ മാത്രമേ അവരുടെ റണ്ണൊഴുക്ക് പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ. 3-ാം നമ്പറിൽ ബാറ്റിംഗിന് എത്തിയേക്കുക വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ ആകുവാനാണ് സാധ്യത. മുംബൈ ഇന്ത്യൻസ് കൈവിട്ട ഇഷാനെ കഴിഞ്ഞ മെഗാ ലേലത്തിലായിരുന്നു ഓറഞ്ച് ആർമി സ്വന്തമാക്കിയിരുന്നത്. മുംബൈയിൽ അദ്ദേഹം ഓപ്പണറായാണ് കളിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഈ റോൾ ലഭിക്കാനിടയില്ല. അതിന് പിന്നിലെ കാരണം ഹെഡ് അഭിഷേക് ജോഡി ഓപ്പണിംഗ് തിളങ്ങുന്നതിനാലാണ്. ഈ കോമ്പിനേഷനെ മാറ്റാൻ ടീം മാനേജ്മെന്റ് ശ്രമിക്കില്ല എന്നതും ഉറപ്പാണ്. അതുകൊണ്ട് ഇവർക്ക് ശേഷം മാത്രമേ ഇഷാനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗ്രീസിലേക്ക് അയക്കുവാനുള്ള സാധ്യതയുള്ളൂ. SRHന്റെ 4-ാം നമ്പറിൽ കളിക്കുക അടുത്തിടെ ഇന്ത്യക്കായി അരങ്ങേറിയ യുവ സീം ബൗളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി ആവുവാനാണ് സാധ്യത. കഴിഞ്ഞ സീസണിൽ ബാറ്റും ബോളും കൊണ്ട് SRHന് വേണ്ടി നടത്തിയ കിടിലൻ പ്രകടനമായിരുന്നു അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ദേശീയ ടീമിലേക്ക് എത്തിച്ചിരുന്നത്. ഇന്ത്യൻ കുപ്പായത്തിലും നിതീഷ് ഈ ഫോം ആവർത്തിച്ചു. കഴിഞ്ഞ സീസണിൽ ഓറഞ്ച് കുപ്പായത്തിൽ മിന്നിച്ച അദ്ദേഹത്തിൽ ഈ സീസണിലും ടീമിന് വാനോളം പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി 7-ാം നമ്പറിൽ സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ വിയാൻ മുൾട്ടർ ആയിരിക്കും കളിക്കുക. ബാറ്റിംഗിൽ മികച്ച സംഭാവനകൾ നൽകിയതിനൊപ്പം വിക്കറ്റുകൾ എടുക്കാനുള്ള ശേഷിയും താരത്തിനുണ്ട്. 8-ാമനായി കളിച്ചേക്കുക ബൗളിംഗ് ഓൾറൗണ്ടർ ഹർഷൽ പട്ടേൽ ആകുവാനാണ് സാധ്യത കൂടുതൽ. മെഗാലയത്തിൽ ടീമിലെത്തിയ അദ്ദേഹം ഇവിടെ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത്. 9-ാം നമ്പറിൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി SRHൽ 11-ൽ ഉണ്ടാവുക ഇന്ത്യൻ താരം രാഹുൽ ചഹലുമായിരിക്കും. പിന്നീട് 10-ാം നമ്പറിൽ ക്യാപ്റ്റനും ഓസ്ട്രേലിയൻ സൂപ്പർ ഫാസ്റ്റ് ബൗളറുമായ പാറ്റ് കമ്മിൻസൺ ആയിരിക്കും എത്തുക. പേസ് ബൗളിംഗിൽ അദ്ദേഹത്തിന്റെ പങ്കാളി പരിചയസമ്പന്നനായ ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമിയുമാണ്.